ഹലോ ഗൈസ്, അപ്പോൾ ഇന്നലെ ജുബി വന്ന ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ ഷോപ്പിങ്ങിന് ഇറങ്ങി. വേറെ ഒന്നുമല്ല, വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് AK മാളിലേക്ക് പോയതായിരുന്നു കേട്ടോ. കൂടെ മാക്സിലൊന്ന് പോകണമെന്നുണ്ട്. അങ്ങനെ അതാ AK മാളിലെത്തി. ഞങ്ങൾ മാക്സിക്ക് ആണ് കേട്ടോ ആദ്യം പോയത്. അവിടെ ആദ്യം കണ്ടത് തന്നെ ഷോർട്ട് കുർത്തീസ് ഉണ്ട്. നല്ല ഭംഗിയുള്ള നല്ല വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ജീൻസൊക്കെ പറ്റിയ ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എടുത്തില്ല കേട്ടോ. ഞാൻ ഇതിൻ്റെ മുന്നേ 2 കുർത്ത എടുത്തിട്ടുണ്ടായിരുന്നു. അവളിങ്ങനെ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ തന്നെ പറഞ്ഞു ഞാൻ മുന്നേ എടുത്തത് തന്നെ ഇതുവരെ ഇട്ടിട്ടില്ല എന്നുള്ളത്. അങ്ങനെ പിന്നെ അവിടെ വെച്ച് ആ പരിപാടി നിർത്തി. പിന്നെ ജീൻസിൻ്റെ സെക്ഷനിലേക്ക് പോയി, കുട്ടികളുടെ സെക്ഷനിലേക്ക് പോയി. അങ്ങനെ ഓരോ സെക്ഷനിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നടന്നു പോയിട്ടോ. ടോയ്സിൻ്റെ സെക്ഷനിൽ പിന്നെ ഷർട്ട് ഒക്കെ നോക്കിയിട്ടോ. പിന്നെ അവൾക്ക് ഷോളൊക്കെ നോക്കിയിരുന്നു. പക്ഷേ ഷോള് ആ ക്വാളിറ്റി അത്ര ഇല്ല എന്ന് പറയാം. ആദ്യമൊക്കെ നല്ല വെറൈറ്റി ഷോളുകളുണ്ടായിരുന്നു കേട്ടോ മാക്സിൽ. ഇപ്പോൾ ഐറ്റംസും കുറവാണ്. ജസ്റ്റ് ഇങ്ങനെ നടന്നിങ്ങനെ കണ്ടു. പിന്നെ ഞാൻ വീട്ടിലിടുന്ന കുറച്ച് 2 ടീഷർട്ട് വാങ്ങിയിട്ടോ. അതാണ് ഇപ്പോൾ കാര്യമായിട്ട് വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ഇതാ മോളെ ഓണപ്പരിപാടി ഉണ്ട് കേട്ടോ നാളെ. അപ്പോൾ ഞാൻ ഉടുപ്പ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിരുന്നു. ഉടുപ്പ് ആൾക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സംഗതിയാണ്. പക്ഷേ ഓണത്തിനൊരു ഓണം വൈബുള്ള ഡ്രസ്സ് എടുക്കണമല്ലോ. അപ്പോൾ അതൊന്നും ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. ജസ്റ്റ് നോക്കണേനേ ഉള്ളൂ. മോള് ഇടൂല തോന്നും. അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ നോക്കാന്നല്ലാതെ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അപ്പുറത്ത് 2 ഉടുപ്പ് കണ്ടിരുന്നു കേട്ടോ. എനിക്ക് ഉണ്ടാക്കും നല്ലോണം ഇഷ്ടമായി. പക്ഷേ എടുത്തിട്ടും കാര്യമില്ല. മോള് ഉടുപ്പൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് ഇപ്പോൾ ഉള്ള ഉടുപ്പുകൾ തന്നെ അധികം ഇടണില്ല. പിന്നെ എടുത്തില്ല കേട്ടോ. അതവിടെ വെച്ച് പോന്നു, ബില്ലാക്കി പോന്നു മറ്റേ സാധനം എടുത്തതിൻ്റെ. അങ്ങനെ താഴെ അതാ കുറേ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പല സാധനങ്ങൾക്കും. ബിരിയാണി പോട്ട്, അങ്ങനെ മിക്സി, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ, അപ്പം അങ്ങനെ പല സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരുവിധം സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് വലിയ ഡിസ്കൗണ്ട് ആയിട്ടൊന്നും തോന്നിയില്ല. അതൊന്നും പിന്നെ ഞങ്ങൾ വാങ്ങില്ല കേട്ടോ. പിന്നെ നേരെ ഹൈപ്പർ മാർക്കറ്റ് പോയി വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളും പിന്നെ മക്കൾക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിയിട്ടോ. പോകുമ്പോൾ നല്ല വെയിലൊന്നും വരുമ്പോൾ അതാ നല്ല മഴക്കാറും ഉണ്ട്, ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതാ വീട്ടിലെത്തിയുമ്പോൾ നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചു. അത്രേ ഉള്ളൂ.